നമ്മളിപ്പം പ്രവേശിക്കാൻ പോകുന്നത് ചുർഹട്ട് ടണലാണ്. ഇത് റിവ സിറ്റി സെക്ഷനിലുള്ള ഒരു ടണലാണ്. ഈ ടണൽ NH-75E മധ്യപ്രദേശിൽ റിവ സിറ്റി സെക്ഷനിലുള്ള ടണലാണ്. ഏകദേശം ഇതിൻ്റെ നീളം 2.28 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ ഏകദേശം ചിലവ് ഒരു 1600 കോടിയോളം ചിലവ് വന്നിട്ടുണ്ട്. ഇത് പണിതത് DBL അഥവാ ദിലീപ് ബിൽഡ് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ആണ്. പിന്നെ ഈ ടണലിൽ 6 ലൈനാണ്. 3 ലൈൻ ഒരു സൈഡും 3 ലൈൻ രണ്ടാമത്തെ സൈഡും, അങ്ങനെ 6 ലൈൻ ട്രാഫിക്കാണ് ഉള്ളത്. അപ്പോൾ ഈ ടണൽ വന്നതോടുകൂടി ഒരു രണ്ട് മലകൾ കയറി ഇറങ്ങുന്ന ദൂരം വളരെ സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ട്രാഫിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടി. എന്താ പറയുന്നത്, ടൈമും വളരെ ലാഭിക്കാൻ പറ്റി. ഞാനിപ്പം നാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ടണലിൽ കൂടെ പോയത്. ഞാൻ സിംഗ്രോളിൽ നിന്നും ചെങ്ങന്നൂരേക്കുള്ള കാർ യാത്രയിലാണ്. റെക്കോർഡ് ചെയ്തത് എൻ്റെ ചേട്ടൻ രാധാകൃഷ്ണനാണ്. ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ടണലിൻ്റെ കാഴ്ചകൾ കാണുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതാണ് അപ്പം ചുർഹട്ട് ടണൽ. ഈ ടണലിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും ചെയ്യുക, കമൻസൊക്കെ ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ഇതുവരേക്കും ബൈ ബൈ.